ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആൺമക്കളോ അർച്ചനയോ ഒരാൾ പോലും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? ശരി, അങ്ങനെ ആവട്ടെ. എല്ലാം തീരുമാനിച്ച് അറിയിച്ചാ മതി. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിച്ചു. പക്ഷെ സൂക്ഷിക്കേണ്ടത് അവന്തികയാണ്. അവന്തികയുമായി കാര്യങ്ങൾ സംസാരിച്ചു. അവളുടെ വാശി അറിയാമല്ലോ. ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന അതേ വാശിയിലാണ് അവള്. ഒന്ന് പറഞ്ഞു തണുപ്പിക്കാൻ കുറച്ച് സമയമെടുത്തു. എന്റെ അവസ്ഥ അനിരുദ്ധൻ അറിയാലോ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്തേ പറ്റൂ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ ആർക്കും ഒരു പ്രയോജനമില്ല. രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഇനി മേലിൽ അവന്തികയുടെ ഒരു ശല്യവും ഈ കുടുംബത്തിനും ഞങ്ങൾക്കും ഉണ്ടാവരുത്. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനുവേണ്ടി ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഞാൻ അവന്തികയുമായി സംസാരിച്ചോ? എന്നിട്ട് അവൾ സമ്മതിച്ചോ? ആദ്യമൊന്നും അവൾ ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഒടുവിൽ ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു. സെറ്റിൽമെന്റിന് അവൾ തയ്യാറാണ്. പക്ഷേ അവൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻസ് ആയാലും വേണ്ടില്ല. എനിക്കിതൊന്ന് തീർന്നു കിട്ടിയാൽ മതി. പറയൂ, എന്തൊക്കെയാ അവളുടെ കണ്ടീഷൻസ്? കാര്യങ്ങൾ സേതുമാധവനുമായി നേരിട്ട് തന്നെ സംസാരിക്കണം. തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയാനും പാടില്ല. അതാണ് അവൾ പറഞ്ഞത്. അതെന്താ അങ്ങനെ? നിങ്ങളുമായി ഒരു കൂടിക്കാഴ്ച ഇരുന്നിട്ട് ചർച്ചയ്ക്ക് പരിഹാരമായില്ലെങ്കിൽ അത് അവൾക്കൊരു നാണക്കേടാവില്ലേ? എന്ത് നാണക്കേട്? ഇത്രയും നാൾ അവൾ എന്റെ വീട്ടിൽ ജീവിച്ചു. ഞങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തെങ്കിലും എന്റെ മകന്റെ ഭാര്യയായിരുന്നു അവള്. എന്റെ മകനെ ഡിവോഴ്സ് ചെയ്ത് പോകുമ്പോ ന്യായമായ അവൾക്ക് കൊടുക്കേണ്ട ഒരു കോമ്പൻസേഷൻ ഉണ്ടല്ലോ. അതിനു മുകളിൽ കുറച്ചുകൂടി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന എന്താണെന്ന് അവള് പറയട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു പിടിവാശിയും ഇല്ല എന്നറിയാമല്ലോ. അവളുടെ അമ്മാവനായതുകൊണ്ട് അവളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്തായാലും. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മകനൊരു ജീവിതം വേണം. അതിന് ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. ശരി, മീറ്റിംഗ് എവിടെയാണെന്നുള്ള സ്ഥലവും സമയവും തീരുമാനിച്ചിട്ട് ഞാൻ അറിയിക്കാം. തൽക്കാലം ഇക്കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ ആൺമക്കളോ അർച്ചനയോ ഒരാൾ പോലും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? ശരി, അങ്ങനെ ആവട്ടെ. എല്ലാം തീരുമാനിച്ച് അറിയിച്ചാ മതി. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിച്ചു. പക്ഷെ സൂക്ഷിക്കേണ്ടത് അവന്തികയാണ്. ഹരീഷാണല്ലോ വിളിക്കുന്നത്. ഇവനോട് രാത്രി വിളിക്കരുതെന്ന് പറഞ്ഞാലും കേൾക്കില്ല. എന്ത് പറയും? ധനുഷ് കേട്ട ആകെ കുഴപ്പമാവും. ഇനി മേലിൽ രാത്രി അവനോട് വിളിക്കരുതെന്ന് പറയാം.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹരീഷ്, നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയോ? അനക്കെ, നീ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നേ? നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ ഇപ്പോഴല്ലേ സമയം കിട്ടുള്ളൂ. എന്നെ രാത്രി വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഹരീഷ്. സോറി ഡിയർ. എത്ര വിളിക്കരുതെന്ന് കരുതിയിട്ടും വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ലടാ. വിളിച്ചില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കഴിയില്ലെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെ പറയില്ല ഹരീഷ്. എനിക്ക് രാത്രി വിളിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ പരിമിതികളൊന്നും തടസ്സമല്ലല്ലോ അനക്ക. ഓ, എന്തായാലും എന്റെ അമ്മയും ചേച്ചിയും കൂട്ടി ഞാൻ ഉടനെ വന്ന് പെണ്ണ് കാണാൻ പോവാ. അത് കഴിഞ്ഞാ പിന്നെ താൻ എന്റേതാടോ. ഇത് വലിയ കുരിശായല്ലോ ദൈവമേ. അനക്കം, നീ എന്തോന്നും മിണ്ടാത്തത്? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. ശ്ശേ, നമുക്ക് കുറെ നേരം സംസാരിക്കാം. എനിക്ക് ഉറക്കം വരുവാ ഹരീഷ്. ഹരീഷ് ഒന്ന് ഫോൺ വെക്കേ. അപ്പോ പെണ്ണ് കാണലിന്റെ കാര്യം? ഞാൻ പറഞ്ഞിട്ട് അമ്മയും ചേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നാ മതി. എടാ, അതെന്താ അങ്ങനെ പറയുന്നേ? നമ്മള് നേരത്തെ എല്ലാം തീരുമാനിച്ചതല്ലേ? എന്റെ ദൈവമേ, ഇവനും അവളും കൂടെ എന്തൊക്കെയാണ് സംസാരിച്ച് വെച്ചേക്കുന്നത്? അതെ ഹരീഷ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം ഞാൻ ഫോൺ വെക്കുക. ഇനി എന്നെ രാത്രിയിൽ വിളിക്കരുത്. എല്ലാരെയും കൂട്ടി പെണ്ണ് കാണാൻ വരുന്ന കാര്യം ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് മതി. ശരി, ഞാൻ വയ്ക്കുക. കുറച്ചുകൂടി സംസാരിക്കായിരുന്നു അവൾക്ക്. അവൾ എന്താ ഫോൺ വെച്ചിട്ട് പോയത്? ഇനി രാത്രി ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ?